ട്രംപിന്റെ നയങ്ങൾ അമേരിക്കയുടെ ആണിക്കല്ലിളക്കാൻ പര്യാപ്തമാണെന്നാണ് തോന്നുന്നത്. ട്രംപിന്റെ ആഗോള താരിഫ് പ്രഖ്യാപനത്തെ തുടർന്നുണ്ടായ പ്രത്യാഘാതങ്ങൾ അമേരിക്കൻ ഓഹരികളെ സാരമായി ബാധിച്ചിരിക്കുന്നു. വ്യാപാര യുദ്ധവീതിയിൽ വെള്ളിയാഴ്ച വിപണികൾ കുത്തനെ താഴോട്ട് വീണു. എല്ലാ പ്രധാന ഓഹരി സൂചികകളും ഇടിഞ്ഞു. വെടിമരുന്നും വെടിക്കോപ്പുമില്ലാതെ അമേരിക്കയും ലോകരാജ്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുകയാണിപ്പോൾ. ആഗോള സാമ്പത്തിക വ്യവസ്ഥ തകിടം മറിക്കാൻ പോകുന്നതാണ് അമേരിക്കയുടെ താരിഫ് പ്രഖ്യാപനം. 2020 ശേഷമുള്ള ഏറ്റവും മോശം ഓഹരി ഇടിവാണ് അമേരിക്ക ഇപ്പോൾ നേരിടുന്നത്. അമേരിക്കയുടെ അതേ നാണയത്തിൽ തിരിച്ചടി നൽകിയാണ് ചൈന പ്രതികരിച്ചത്. ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഇടയിലാണ് ഏറ്റവും വലിയ സാമ്പത്തിക വ്യാപാര പിരിമുറുക്കം ഇപ്പോൾ നിലനിൽക്കുന്നത്. ചൈന അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ 2-3 സാധനങ്ങൾ കൂടുതലായി അമേരിക്ക ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് 54% മുകളിൽ തീരുവ ചുമത്താൻ അമേരിക്ക തീരുമാനിച്ചപ്പോൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ തീരുവ 34% ഉയർത്താൻ ചൈനയും തീരുമാനിച്ചിരിക്കുന്നു. ചൈന മാത്രമല്ല, കാനഡയും യൂറോപ്യൻ യൂണിയനും ഒക്കെ അമേരിക്കയുടെ പുതിയ താരിഫ് നയങ്ങൾക്കെതിരാണ്. ചുരുക്കത്തിൽ ലോകരാജ്യങ്ങൾ അമേരിക്കക്കെതിരായി മാറി എന്ന് വേണമെങ്കിൽ പറയാം. അതിന് മാത്രം മഹത്തരമായ പരിഷ്കാരമാണ് ട്രംപ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യാപാര യുദ്ധത്തിനിടയിൽ അമേരിക്ക ഇറാന്റെ ന്യൂക്ലിയർ സംവിധാനങ്ങൾ ഇല്ലാതാക്കാൻ ഇറാനെതിരെ യുദ്ധം ചെയ്യാൻ കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നൊരുക്കമായി അമേരിക്ക ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള ഏകദേശം ഇന്ത്യൻ തീരത്തു നിന്നും 1600 കിലോമീറ്റർ ദൂരെയുള്ള ബ്രിട്ടന്റെ അധീനതയിലുള്ള ഡിഗോ ഗാർഷ്യ ദ്വീപിൽ യുദ്ധസന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആണവവാഹക ശേഷിയുള്ള ഏതാനും B-2 ബോംബർ വിമാനങ്ങളും വിമാനവാഹിനി കപ്പലുകളും ഡിഗോ ഗാർഷ്യയിൽ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ട്രംപ് ഒന്ന് വിരൽ ചലിപ്പിച്ചാൽ മാത്രം മതി ഇറാന് നേരെ ആക്രമണം നടക്കാൻ. ആഴ്ചകൾക്ക് മുമ്പാണ് ട്രംപ് ഇറാനോട് അണ്വായുധ വ്യാപന നിരോധന കരാറിൽ ഒപ്പുവെക്കാൻ അതിനുവേണ്ടിയുള്ള ചർച്ചയ്ക്കിരിക്കാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ ഇറാൻ അതിനെ തള്ളിക്കളയുകയായിരുന്നു. ഇപ്പോൾ അമേരിക്ക യുദ്ധസജ്ജമായി നിൽക്കുന്ന സാഹചര്യത്തിൽ റഷ്യ മുന്നോട്ട് വന്നിരിക്കുകയാണ്. റഷ്യ അമേരിക്കക്ക് മുന്നറിയിപ്പ് നൽകുന്നത് അമേരിക്ക ഇറാനെതിരെ ആക്രമണം നടത്തിയാൽ അതൊരു 3ാം ലോക മഹായുദ്ധമായിരിക്കും എന്നാണ്. ഇറാനെ അമേരിക്ക ആക്രമിക്കുമ്പോൾ റഷ്യക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാനാവില്ല. കാരണം യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ റഷ്യയെ കൈയഴിഞ്ഞ് സഹായിച്ച ഒരു രാജ്യമാണ് ഇറാൻ. ഡ്രോണുകളും മിസൈലുകളും നൽകി റഷ്യയുടെ ആയുധശേഖരം സമ്പന്നമാക്കിയത് ഇറാനായിരുന്നു. അതും എല്ലാത്തരം ഉപരോധങ്ങൾക്കും വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഇറാൻ. റഷ്യ ഇറാൻ അനുകൂലമായി വരുമ്പോൾ അത് ഉത്തര കൊറിയയുടെ കൂടിച്ചേരലിനും ചൈനയുടെ സഹായ സഹകരണത്തിനും കാരണമായേക്കും. നാറ്റോയിൽ നിന്ന് ഏകപക്ഷീയമായി പുറത്തായ നിലയിലാണ് അമേരിക്ക ഇപ്പോൾ ഉള്ളത്. ആ നിലയിൽ അമേരിക്കയുടെ കൂടെ കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഉണ്ടാകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് അമേരിക്കയുടെ ഇപ്പോഴത്തെ മാടമ്പിത്തരത്തിന് ഒരു അടി നൽകാൻ കാത്തിരിക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. എന്തായാലും അമേരിക്കയുടെ വ്യാപാര യുദ്ധവും അമേരിക്കയുടെ ഇറാൻ യുദ്ധഭീഷണിയും ഇനിയും ഒരു ലോകമഹായുദ്ധത്തിലേക്ക് വഴിതിരിച്ചു വിടാതിരുന്നാൽ മതിയായിരുന്നു എന്ന് നമുക്ക് പ്രത്യാശിക്കാം. യുദ്ധവും ആരെയും സംരക്ഷിച്ചിട്ടില്ല. ഒരു യുദ്ധം കൊണ്ടും ആരും വാഴ്ത്തപ്പെട്ടിട്ടുമില്ല. കുറെ നിരപരാധികളുടെ രക്തം വീണ് ഭൂമി ചുവക്കുമെന്നല്ലാതെ. അതേസമയം ഹമാസ് ഇസ്രായേലിന് വലിയൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. ഇപ്പോൾ അവശേഷിക്കുന്ന ബന്ദികളിൽ നല്ലൊരു ഭാഗവും ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തുന്ന ഗസയുടെ വിവിധ ഭാഗങ്ങളിലാണെന്നാണ് ഹമാസ് പറയുന്നത്. അൽ ഖാസിം ബ്രിഗേഡിന്റെ ഒരു വക്താവ് പറയുന്നത് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ ആക്രമണം അവരുടെ ജീവിതം അപകടത്തിലാക്കും, അവർക്ക് ജീവഹാനി സംഭവിക്കും എന്നുള്ളതാണ്. ഇസ്രായേൽ സേന ഇപ്പോൾ ആക്രമണം നടത്തുന്ന റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ബന്ദികളും താമസിക്കുന്നത് എന്നാണ് ഹമാസ് പറയുന്നത്. ഹമാസിന്റെ പ്രഖ്യാപനം ശരിക്കും ഇസ്രായേലിലെ ബന്ദികളുടെ കുടുംബങ്ങളെ കൂടുതൽ ഭീതിയിലാഴ്ത്തുന്നതും നെതന്യാഹുവിനെതിരെയുള്ള പ്രക്ഷോഭത്തെ കൂടുതൽ ശക്തമാക്കുന്നതിന് കാരണമാകുന്നതുമാണ്. വെള്ളിയാഴ്ച പുലർച്ചെ മുതൽ ഗസയിൽ കൊല്ലപ്പെട്ടത് 38 ഫലസ്തീനികളാണ്. ഖാൻ യൂനിസിലെ ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗിൽ നടത്തിയ ആക്രമണത്തിൽ 19 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു.